നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള കൊമ്പുകോർക്കൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രകോപനം പാകിസ്ഥാൻ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇതിനിടയിൽ പാകിസ്ഥാനെ രൂക്ഷമായി വിമർശിച്ച് ഇന്ത്യ. പാകിസ്ഥാൻ തെമ്മാടി രാജ്യമാണെന്ന് ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യ വിമർശനം ഉന്നയിച്ചു. ഭീകരതയ്ക്ക് ഇരയായവരുടെ പുനരധിവാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കായുള്ള UN-ന്റെ വിക്ടിംസ് ഓഫ് ടെററിസം നെറ്റ്വർക്കിൻ്റെ രൂപീകരണ യോഗത്തിലായിരുന്നു ഇന്ത്യ ഇത്തരത്തിൽ അതിരൂക്ഷമായ വിമർശനം പാകിസ്ഥാനെതിരെ ഉന്നയിച്ചത്. പാകിസ്ഥാൻ ഭീകരവാദത്തിന് വെള്ളവും വളവുമിടുന്ന രാജ്യമാണ് എന്ന് ഇന്ത്യ വിമർശിച്ചു. ഭീകരവാദവുമായി ബന്ധപ്പെട്ട് ലോകത്ത് അസ്ഥിരതയുണ്ടാക്കാൻ അവർ എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫിൻ്റെ വാക്കുകളിലൂടെ കഴിഞ്ഞ ദിവസം ലോകത്തിന് മനസ്സിലായി എന്നും ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായ യോജന പട്ടേൽ UN-ൽ പറഞ്ഞു. ഇതിനെ ഒരു തുറന്ന കുറ്റസമ്മതം, അതായത് ഈ പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി നടത്തിയ പ്രസ്താവനകൾ അതിനൊരു തുറന്ന കുറ്റസമ്മതം എന്നാണ് യോജന പട്ടേൽ വിശേഷിപ്പിച്ചത്. പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയെ പിന്തുണച്ച ഐക്യരാഷ്ട്രസഭയ്ക്കും അന്താരാഷ്ട്ര സമൂഹത്തിനും നന്ദി അറിയിക്കുകയും ചെയ്തു ഇന്ത്യ. പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തെ തുടർന്ന് ലോകമെമ്പാടുമുള്ള നേതാക്കളും സർക്കാരുകളും നൽകിയ ശക്തമായ പിന്തുണ, ഭീകരവാദത്തെ അപലപിച്ച് ഇന്ത്യക്കൊപ്പം നിന്ന ആ ഒരു പിന്തുണ അറിയിച്ച് രംഗത്ത് വന്ന ആ ഒരു നിലപാട്, അതിനും ഇന്ത്യ നന്ദി അറിയിച്ചിരിക്കുകയാണ്. അന്താരാഷ്ട്ര സമൂഹം ഭീകരതയോട് കാണിക്കുന്ന വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട്, അതിൻ്റെ തെളിവാണ് ഇന്ത്യക്കൊപ്പം ഇവർ അണിനിരന്നത് ഈ പിന്തുണ എന്നാണ് ഇന്ത്യ വിശേഷിപ്പിച്ചത്. പതിറ്റാണ്ടുകളായി അതിർത്തി കടന്നുള്ള ഭീകര പ്രവർത്തനത്തിൻ്റെ ഇര എന്ന നിലയിൽ ഇത്തരം പ്രവർത്തനങ്ങളുടെ ഇരകൾ, കുടുംബം, സമൂഹം എന്നിവയിലുണ്ടാകുന്ന ദീർഘകാല പ്രത്യാഘാതങ്ങൾ ഇന്ത്യ മനസ്സിലാക്കുന്നുവെന്നും ലോകരാജ്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു. ഭീകര പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നവരെയും സംഘാടകരെയും ധനസഹായം നൽകുന്നവരെയും സ്പോൺസർമാരെയും കണ്ടെത്തി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും അവർ വ്യക്തമാക്കുകയും ചെയ്തു. ഭീകര പ്രവർത്തനങ്ങളുടെ ഉദ്ദേശം എന്തുതന്നെയായാലും എവിടെയായാലും എപ്പോഴായാലും അതൊരിക്കലും ന്യായീകരിക്കാനാകാത്തതാണ് എന്ന് ലോകം ഒന്നടങ്കം ഒന്നിച്ചു പറയുകയാണ്. എല്ലാ രൂപത്തിലുമുള്ള ഭീകരവാദത്തെയും എതിർക്കേണ്ടതാണ്, അപലപിക്കേണ്ടതാണ് എന്നാണ് ഇന്ത്യക്ക് പിന്തുണ അറിയിച്ച ലോകരാജ്യങ്ങൾ ഒന്നടങ്കം ഒരേ സ്വരത്തിൽ പറഞ്ഞത്. അതേസമയം പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് നിർണായകമായ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഈ ഭീകരർ നുഴഞ്ഞു കയറിയത് 1.5 വർഷം മുൻപാണ് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. സാംബ, കത്വ മേഖലയിൽ അതിർത്തി വേലി മുറിച്ചാണ് നുഴഞ്ഞു കയറിയത് ഇവർ. പാക് ഭീകരർ അലിഭായ്, ഹാഷി മൂസ എന്നിവരാണ് നുഴഞ്ഞു കയറിയത്. സോൻമാർഗ് ടണൽ ആക്രമണത്തിൽ അലിഭായ് പങ്കെടുത്തതായും വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഹാഷി മൂസയെ ദൃക്സാക്ഷികൾ തിരിച്ചറിഞ്ഞു. ഇവരുടെ ഫോട്ടോകൾ കിട്ടിയത് സെഡ്മോർ ആക്രമണത്തിനിടെ കൊല്ലപ്പെട്ട ജുനൈദ് അഹമ്മദ് ഭട്ടിൻ്റെ ഫോണിൽ നിന്നുമാണ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. സുരക്ഷാ സേന ഭീകരർക്ക് പിന്നാലെ ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. സാങ്കേതിക തെളിവുകൾക്ക് മാത്രമല്ല, ഗോത്ര വിഭാഗങ്ങളിൽ നിന്നുള്ള വിവരവും അനുസരിച്ചാണ് ഈ ഭീകരവാദികളെ സൈന്യം അല്ലെങ്കിൽ അന്വേഷണ സംഘം പിന്തുടരുന്നത്. ഭീകരരെ സഹായിക്കുന്ന 14 കശ്മീരികളുടെ പേര് വിവരങ്ങൾ അന്വേഷണ ഏജൻസികൾ പുറത്തുവിടുന്ന സാഹചര്യം ഉണ്ടായി. അതേസമയം ചികിത്സയ്ക്കായി ഇന്ത്യയിലെത്തിയ പാകിസ്ഥാനികൾക്ക് നൽകിയ മെഡിക്കൽ വിസയുടെ കാലാവധി ഇന്ന് അവസാനിക്കും. നിർദ്ദേശം അനുസരിക്കാത്തവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മെഡിക്കൽ വിസയിൽ രാജ്യത്തുള്ള മുഴുവൻ പാക് പൗരന്മാരെയും കണ്ടെത്തിയിരുന്നു. മറ്റു വിസകൾ റദ്ദാക്കിയിരുന്നു. കടുത്ത നടപടി തന്നെയാണ് പാകിസ്ഥാനെതിരെ ഇന്ത്യ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാന്റെ കസ്റ്റഡിയിലുള്ള BSF ജവാൻ പൂർണ്ണം സഹുവിൻ്റെ ഭാര്യ രജനി പഞ്ചാബിലെത്തും. എന്തായാലും അദ്ദേഹത്തെ വിട്ടുകിട്ടുക എന്നൊരു ദൗത്യം കൂടി രാജ്യത്തിന് മുന്നിലുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു സാഹചര്യത്തിൽ ആ BSF ജവാനെ അദ്ദേഹത്തെ തിരിച്ചു കിട്ടുക എന്നത് ഇന്ത്യയെ സംബന്ധിച്ച് വലിയൊരു കടമ്പ തന്നെയാണ്. അതേസമയം ഈ ഒരു സാഹചര്യത്തിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനോട് മുൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫ് ഒരു നിർണായക ഉപദേശം നൽകിയിരിക്കുകയാണ്. ഇന്ത്യക്കെതിരെ കടുത്ത നീക്കങ്ങൾക്ക് മുതിരരുതെന്നും പ്രശ്നം പരിഹരിക്കാൻ സാധ്യമായ എല്ലാ നയതന്ത്ര മാർഗങ്ങളും പ്രയോഗിക്കണമെന്നും മുൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫിൻ്റെ സഹോദരൻ കൂടിയാണ് ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ഷഹബാസ്. ഞായറാഴ്ച വൈകിട്ട് ലാഹോറിൽ വെച്ചാണ് ഷഹബാസുമായി നവാസ് ഷെരീഫ് കൂടിക്കാഴ്ച നടത്തിയത്. കൂടിക്കാഴ്ചയിൽ ഇന്ത്യയുടെ നടപടിക്ക് ബദലായി പാകിസ്ഥാൻ ദേശീയ സുരക്ഷാ സമിതി യോഗത്തിന് ശേഷം സ്വീകരിച്ച നടപടികൾ ഷഹബാസ് നവാസ് ഷെരീഫിനെ ധരിപ്പിച്ചു. സിന്ധു നദീജല കരാർ റദ്ദാക്കാൻ ഇന്ത്യ ഏകപക്ഷീയമായി എടുത്ത തീരുമാനം മേഖലയിൽ യുദ്ധഭീഷണി ഉണ്ടാക്കുന്നതാണെന്നാണ് ഷഹബാസ് നവാസ് ഷെരീഫിനോട് പറഞ്ഞത് എന്നാണ്
പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ ഇന്ത്യക്കെതിരെ കടുത്ത നീക്കങ്ങൾ അരുതെന്ന് നവാസ് ഷെരീഫ് സഹോദരനെ ഉപദേശിച്ചുവെന്ന വിവരവും പുറത്തുവരുന്നുണ്ട്. നയതന്ത്ര മാർഗത്തിലൂടെ ഇന്ത്യയുമായുള്ള നല്ല ബന്ധം പുനഃസ്ഥാപിക്കണമെന്നും അദ്ദേഹം ഉപദേശിച്ചു എന്നാണ് വിവരം. 3 തവണ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായിരുന്ന ആളാണ് നവാസ് ഷെരീഫ്. അതേസമയം മറ്റൊരു നിർണായക വാർത്ത കൂടി. റഫാൽ യുദ്ധവിമാന കരാറിൽ ഒപ്പുവെച്ച് ഇന്ത്യയും ഫ്രാൻസും 63,000 കോടി രൂപയുടെ കരാറിലാണ് ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചത്. നാവികസേനയ്ക്കായി മറൈൻ വിഭാഗത്തിലുള്ള യുദ്ധവിമാനങ്ങളാണ് ഫ്രാൻസിൽ നിന്ന് ഇന്ത്യ വാങ്ങുന്നത്. 22 സിംഗിൾ സീറ്റർ ജെറ്റുകളും 4 ഇരട്ട സീറ്റ് ട്രെയിനർ വിമാനങ്ങളും വാങ്ങുന്നതിനാണ് കരാർ. 2031ഓടെ വിമാനങ്ങൾ ഇന്ത്യക്ക് കൈമാറാനാകുമെന്നാണ് പ്രതീക്ഷ. ഫ്രാൻസുമായുള്ള ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രതിരോധ കരാറാണിത് എന്നതും ശ്രദ്ധേയമാണ്. നാവികസേനയുടെ വിമാനവാഹിനി കപ്പലുകളായ INS വിക്രാന്ത്, INS വിക്രമാദിത്യ എന്നിവയിൽ റഫാൽ വിമാനങ്ങൾ വിന്യസിക്കാനാണ് തീരുമാനം. കാലപ്പഴക്കം കാരണം നിലവിലുള്ള MiG-29K യുദ്ധവിമാനങ്ങൾക്ക് പകരമായിട്ടാണ് റഫാൽ വരിക. രാജ്യത്തിന്റെ സമുദ്രശക്തി വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് കരാറിൽ ഏർപ്പെട്ടത്. ലോകത്തെ ഏറ്റവും ആധുനികമായ നാവിക പോർ വിമാനമായാണ് റഫാൽ വിലയിരുത്തപ്പെടുന്നത്. നിലവിൽ ഫ്രഞ്ച് നാവികസേനയ്ക്ക് മാത്രമാണ് റഫാൽ പോർ വിമാനങ്ങളുള്ളത്. ഈ കരാറിലൂടെ ഇന്ത്യയും ഫ്രാൻസുമായുള്ള തന്ത്രപ്രധാന ബന്ധം കുറച്ചുകൂടി ശക്തമാക്കാൻ സാധിക്കും. നിലവിൽ 36 റഫാൽ വിമാനങ്ങൾ വ്യോമസേനയുടെ ഭാഗമാണ്. മറ്റൊരു വാർത്ത കൂടി പുറത്തുവരുന്നു. പഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരരെ 4 സ്ഥലത്ത് സുരക്ഷാ സേന വളഞ്ഞെന്ന് റിപ്പോർട്ട്. ഒരിടത്ത് ഭീകരരും സുരക്ഷാ സേനയും തമ്മിൽ വെടിവയ്പുണ്ടായെന്നും സൂചന. ഭീകരർ നിലവിൽ ത്രാൽ, കോക്കർനാഗ് മേഖലയിലാണ് ഉള്ളതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. രാത്രി ഭക്ഷണം തേടി ഭീകരർ വീടുകളിലെത്തിയെന്നാണ് സൂചന. ഭീകരർക്കായി ത്രാൾ, അനന്തനാഗ്, കൊക്കർനാഗ് ഭാഗങ്ങളായാണ് തെരച്ചിൽ. കരസേനയുടെ ഹെലികോപ്റ്ററുകളും ഡ്രോണുകളും തെരച്ചിലുണ്ട്. അനന്തനാഗ് പോലീസും ഒപ്പമുണ്ട്. ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കശ്മീരിൽ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾക്ക് സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട റെയിൽവേ ലൈനുകൾക്കും അത് കടന്നുപോകുന്ന ടണലുകൾക്കുമാണ് CRPF സുരക്ഷ കൂട്ടിയത്. പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ രാത്രിയും ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ പാകിസ്ഥാൻ വെടിവെച്ചു. നല്ല രീതിയിൽ തന്നെ കനത്ത തിരിച്ചടി തന്നെ സൈന്യം നൽകിയിട്ടുണ്ട് എന്നാണ് വിവരങ്ങൾ പുറത്തുവരുന്നത്. ഇതിനിടയിൽ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച പാകിസ്ഥാന് ചൈന പിന്തുണ അർപ്പിച്ചിരുന്നു. ഇതിൽ ഇന്ത്യ അതൃപ്തി രേഖപ്പെടുത്തി. കഴിഞ്ഞ ദിവസങ്ങളിൽ ഭീകരവാദത്തിന് പിന്തുണ നൽകുന്ന നിലപാടാണിതെന്ന വികാരമാണ് വിദേശകാര്യ വൃത്തങ്ങൾ മുന്നോട്ട് വെച്ചത്. ചൈനയെ വിമർശിക്കുകയുണ്ടായി. ഐക്യരാഷ്ട്ര രക്ഷാ സമിതി പാസാക്കിയ പ്രമേയത്തിൽ നിന്ന് ഇന്ത്യയുടെ അന്വേഷണവുമായി സഹകരിക്കണമെന്ന ഭാഗം ചൈനയുടെ സഹായത്തോടെ പാകിസ്ഥാൻ മാറ്റിയിരുന്നു. ഇതിന് പിന്നാലെയാണ് പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഇഷാഖ് ദർ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയുമായി ചർച്ച നടത്തിയത്. ഇന്ത്യ പ്രത്യാക്രമണത്തിന് തയ്യാറാകുന്നുവെന്ന സൂചനകൾക്കിടെയാണ് പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ചൈനയുടെ സഹായം തേടിയത്. ചൈനയുടെ പ്രസ്താവനയ്ക്ക് ഇന്ത്യ മറുപടി ഉടൻ നൽകും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.